ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു രാജകീയമായിട്ടുള്ള രീതിയിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോകണം. അതിനു മുമ്പ് നമ്മുടെ റുട്ടീൻ ഒന്ന് നോക്കാം. രാവിലെ 4:06. ഓക്കെ. അപ്പോൾ രാവിലെ ഇത്രയും നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഗൃഹപ്രവേശത്തിൻ്റെ ഓർഡറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആപ്പം, അതേമാതിരി തന്നെ ഇടിയപ്പം, പിന്നെ മുട്ടക്കറി, അതേമാതിരി വെജിറ്റബിൾ സ്റ്റൂ, പാൽ പായസം, പരിപ്പ് വട, ഇതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് അവർക്ക് ഡെലിവറി നേരത്തെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെയായിരുന്നു കാര്യങ്ങൾ. സൂര്യൻ ഉദിച്ചിട്ട് തന്നെ ഇല്ല, അപ്പോഴേക്കും തന്നെ എല്ലാ കാര്യങ്ങളും ആയി. പിന്നെ ഞാൻ എപ്പോഴും ഒരു 5 hours മുമ്പ് തന്നെ കാര്യങ്ങൾ തുടങ്ങും, സോ ദാറ്റ് എനിക്ക് വളരെ സാവകാശം പോകാനാണ് എൻ്റെ കുക്കിങ്ങിൽ എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സാവകാശം എടുത്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താണ് പറയുക, ഒരിതുണ്ടാവും. അതായത് എന്തെങ്കിലും ആ പ്രോസസ്സിൽ പോകുമ്പോൾ നമ്മൾ സമാധാനമായിട്ട് ഒരു കുക്കിംഗ് ചെയ്യുമ്പോൾ സംഭവങ്ങൾ നീറ്റായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് പാക്കിങ്ങിനുള്ള സമയം കൂടി നമ്മൾ കരുതിയിട്ടാണ് ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളത് സൂക്ഷിക്കേണ്ടത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ശ്രദ്ധ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയം വരയ്ക്കും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാൻ പാടില്ല. ആ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് റെഡി ആയിരിക്കണം. പാക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള സമയം കൂടി നമ്മൾ കരുതണം. സമയം 7 മണിയായി. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് കൊണ്ടുപോയി ഡെലിവറി കൊടുത്തു. എല്ലാ ചടങ്ങും ഭംഗിയായി അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ രാത്രിയെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിളവെടുപ്പ് എടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഗാർഡൻ ഫുൾ ഫ്ലെഡ്ജായിട്ട് എല്ലാം പൂവും കായും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഈശ്വര അനുഗ്രഹം കൊണ്ട്. എപ്പോഴും ഞാനത് പറയും. ബിക്കോസ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ വിത്തിട്ടാൽ കൂടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ പരാതിയാണ് ഒന്നും വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഈശ്വരൻ അനുഗ്രഹത്തോടു കൂടിയിട്ട് നമ്മളൊരു പോസിറ്റീവ്നെസ് ആ ഒരു സംഭവത്തിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഏരിയയിൽ പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിളവെടുപ്പും നിങ്ങൾക്ക് വളരുന്ന സംഭവം എല്ലാം സൂപ്പറായിരിക്കും. അങ്ങനെ നമുക്ക് നല്ല സൂര്യകാന്തികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് സൂപ്പറായിട്ടുള്ള രീതിയിൽ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തൊടിയിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരു പീസ് കിട്ടിയാൽ കൂടിയിട്ട് നമുക്ക് അത്രയും സമാധാനമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ നോക്കി വളർത്തുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് വീണ്ടും പീച്ചിങ്ങ തന്നെയാണ്. പോയ പ്രാവശ്യം പീച്ചിങ്ങ എടുത്തപ്പോൾ നീളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ആ നിന്ന പൊസിഷനിൽ അത് വളഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫ്രഞ്ച് ബീൻസ് ഇല്ലേ, എന്താണ് പറയുക, ക്യാരറ്റ് ബീൻസ് ഉപ്പേരിക്കൊക്കെ നമ്മൾ ബീൻസ് മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുന്ന സമയത്തുള്ള ബീൻസ് ഇല്ലേ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. കാണാൻ ചെറിയൊരു പ്ലാന്റ് ആയിരിക്കും. ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 1/4 കിലോ 1/2 കിലോ ബീൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൈപ്പിടിക്ക് നിറയെ ഒരു ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ അവിടെ ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുമുണ്ട്. ഇത് നീളൻ പച്ചമുളകാണ്. നമ്മുടെ കയ്യിൽ നീളം പച്ചമുളകും ഉണ്ട്, ഉണ്ട പച്ചമുളകും ഉണ്ട്, നമ്മൾ മോരുമുളകിനൊക്കെ ഇടുന്ന പച്ചമുളകും ഉണ്ട്. പച്ചമുളക് ഒരുപാട് ഇപ്രാവശ്യം വിളവെടുപ്പെടുത്തു ഞാൻ. അത് നല്ല ചുറുക്കനുള്ള എരിവും ഉണ്ട്. ഇനി ഞാനിപ്പോൾ മുറിക്കണത് വെണ്ടയ്ക്കയാണ്. അവിടെ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെണ്ടയ്ക്ക ഇട്ടിരിക്കുന്നത്. എപ്പോഴും ഒരു 8-10 എണ്ണം കിട്ടണ പോലെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു സാമ്പാർ കഷ്ണമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നേരം നമുക്ക് എന്തായാലും കിട്ടും. അതേമാതിരി പീച്ചിങ്ങ വറ്റിക്കാം. ഇത് ഉണ്ട വഴുതിനിങ്ങ, നീളം വഴുതിനിങ്ങയുണ്ട്, ഉണ്ട വഴുതിനിങ്ങയും ഇട്ടിട്ടുണ്ട്. അതായത് 1-2 ഒക്കെ കിട്ടുള്ളൂ. നമ്മുടെ ആവശ്യം നടന്നു പോകും. അതല്ലാതെ ഒക്കെ കൂടി ഞങ്ങൾ വിളവെടുപ്പ് എടുക്കാനൊന്നും പറ്റില്ല. ഓരോന്ന് ഇങ്ങനെ ആവുന്ന പോലെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കണ്ണെത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കേടുകൂടാതെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ അന്ന് പോയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തരം കേൽ എന്ന് പറയുന്ന ഒരു ചീരയാണ്.
ഇതിനെ എന്താണ് പറയുക, നമ്മുടെ ആഫ്രിക്കൻ രീതിയിൽ അവർ ഉണ്ടാക്കുന്ന സുക്കൂമ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ദിവസവും, അതായത് ഹീമോഗ്ലോബിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും തൊടിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ ദിവസവും ചീര കഴിക്കുന്നുണ്ട്. എന്ത് ചീരയാണോ അവൈലബിൾ ആ ചീര ഒന്നും ചെയ്യില്ല, അങ്ങോട്ട് മുറിക്കും, എന്താണ് പറയുക, വെളുത്തുള്ളിയിടും, പച്ചമുളക് കീറിയിടും, അങ്ങനെ വാട്ടി എടുക്കും. എന്നിട്ട് ചോറിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചിട്ട് പുരട്ടി കഴിക്കുക തന്നെ. ഞാനത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശീലമാക്കി വെച്ചിരിക്കുകയാണ്. അതേമാതിരി തന്നെ സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ചീരുപ്പേരി കഴിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മാറ്റിയിരിക്കണ എന്നെ തന്നെ. പിന്നെ ആ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ എന്താണ് പറയുക, നമുക്ക് തീരെ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നങ്ങളുള്ള സമയത്ത് ഉണ്ടായിരുന്ന കോല ആവില്ല നമ്മൾക്ക്. ആ ഒരു ഇൻഫ്യൂഷനൊക്കെ കഴിഞ്ഞ്, ഹീമോഗ്ലോബിൻ ഇൻഫ്യൂഷൻ, അയേൺ ഇൻഫ്യൂഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുക. ഇത് നിങ്ങൾ കാണുന്നത് എന്താ അറിയോ, ഡിൽ ലീവ്സ് എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് റവ ഇഡ്ലിയുടെ കൂടെ അതേമാതിരി തന്നെ പരിപ്പിൻ്റെ കൂടെ കിട്ടാൻ നല്ല ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വിളവെടുപ്പെടുത്തത്. ഡിൽ ലീവ്സ് ഒരു 2 ബഞ്ചോളം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള 2-3 ബഞ്ചായിട്ടുള്ള കെയിൽ ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു പീച്ചിങ്ങ, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് നീളം പച്ചമുളക്, കുറച്ച് എന്താണ് പറയുക ഉണ്ട പച്ചമുളക്, ഒരു ഉണ്ട വഴുതിനിങ്ങ, ഒരു നീളം വഴുതിനിങ്ങ. ഇനി എന്ത് വേണം പറയും? നമ്മൾ താമസിക്കുന്നത് ദുബായിലും കൂടിയിട്ടാണെന്ന് ആലോചിക്കണ്ടേ. അപ്പോൾ ആ ഒരു മണ്ണിൽ ഇത്രയും നമുക്ക് കിട്ടുക എന്ന് പറയണത് തന്നെ വലിയൊരു കാര്യമാണല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഓരോന്നും നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ. അതേമാതിരി തന്നെ ഫ്രഞ്ച് ബീൻസ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം. സരി ലൂം എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഇത് മൽമൽ കോട്ടണിൽ വരുന്ന ഒരു ഇതാണ്, എന്താ പറയുക, സാരിയാണ്, നമ്മുടെ കേരള സാരിയാണ്. കൂടെ തന്നെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന എൽബൽ കളക്ഷൻസിൻ്റെ നെറ്റിപ്പട്ടമായിട്ടുള്ള രീതിയിലുള്ള ഡോളറും കൂടിയിട്ടാണ്. ഇത് 2 പേരുടെയും കോൺടാക്റ്റ് നമ്പർ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ അടുത്ത് സംസാരിച്ചോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇനി നമ്മൾ നേരെ പോകുന്നത് ബർഷയിലുള്ള മഹാരാജ ഭോഗ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് രാജസ്ഥാനി റെസ്റ്റോറൻറ്റാണ്. വെരി വെരി റോയൽ ആയിരിക്കും നിങ്ങളുടെ സംഭവം മുഴുവൻ. അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചന്ദനം വെച്ച് ആ ഒരു ആംബിയൻസ് തന്നെ സൂപ്പറാണ്. നമ്മൾ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് വേണം പോവാൻ. ഇപ്പം തന്നെ പറയാം, നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഭക്ഷണം വളരെ ലിമിറ്റഡ് ആയിട്ട് രീതിയിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അൺലിമിറ്റഡ് പ്യുവർ വെജ് പ്രീമിയം താലിയാണ് നിങ്ങൾ കഴിക്കുക. ഓക്കെ, ഒന്നിനും ലിമിറ്റില്ല. ഈ ഒരു സംഭവം, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാട്ടിലാണ്, പാനിപൂരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വാരി വലിച്ചിട്ട് ഇത് ഈ ഒരൊറ്റ സാധനം കഴിച്ചാൽ ഉള്ളിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് ഒരു വെരി 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 റോയൽ മീൽസാണ്. ആ ഒരു താലി നമുക്ക് കഴിക്കാൻ പറ്റില്ല. കൈയൊക്കെ രാജകീയമായിട്ടൊന്ന് കഴുകി അതിൽ നമ്മൾക്ക് ഓരോ ഡ്രിങ്കാണ് വരുന്നത്. അതായത് ആദ്യം അവരിപ്പോൾ ഒഴിച്ചത് മഞ്ഞ കളറിലുള്ള വെള്ളം, ഒരു മധുരം ഇട്ടിട്ട് ശർക്കരയാണെന്ന് തോന്നുന്നത്, അതായത് പഞ്ചസാര പാനിയിൽ കുങ്കുമപ്പൂവാണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഡ്രിങ്ക് വന്നിട്ട് ചാസ്. രാജസ്ഥാനി വിഭവം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് സൂപ്പറാണ്, വേർത്താണ് നിങ്ങളുടെ പൈസയ്ക്ക്. അതുമാത്രമല്ല അടുത്തത് വന്നത് മാംഗോ ലസ്സി. ഇനി ഈ വെച്ചിരിക്കുന്ന പ്ലേറ്റിലത്തെ ഈ ഒരു കുഞ്ചി പാത്രങ്ങളില്ലേ, അത് അനക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൽ സംഭവങ്ങൾ മുഴുവൻ വന്ന് നിറയും. ഈ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് നിറയഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് അവർ ഒരു തരി പോലും നമ്മൾ ബാക്കി വെക്കാനുള്ളതല്ല, കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇടും. അൺലിമിറ്റഡാണ്. ഞാൻ ഈ സാഫ്രൻ വാട്ടർ ഉണ്ടല്ലോ, കുങ്കുമപ്പൂ വെള്ളം, എനിക്കത് ഇഷ്ടമായില്ല. ബിക്കോസ് ഭയങ്കര ഓവർ മധുരം. ചാസ് ഇഷ്ടമായി, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബിജു മേനൻ പറഞ്ഞ മാതിരി അവിയൽ വന്നു, തോരൻ വന്നു, സാമ്പാർ വന്നു എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് വന്ന് നിറയും. ചട്നികൾ 2 സലാഡ്, നാരങ്ങ,
അതേമാതിരി തന്നെ ദഹി വട, അതേമാതിരി ആ ഒരു സംഭവം എം ടി ആവാനേ സമ്മതിക്കില്ല അവർ. അതായത് വന്നുകൊണ്ടേയിരിക്കും അവർ. നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. യു വിൽ ഫീൽ എക്സ്ട്രീംലി റോയൽ. അതായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള രീതിയിൽ മഹാരാജ ഭോഗ് നിങ്ങൾ വിസിറ്റ് ചെയ്യൂ. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിക്കാം, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ പാപ്പടി, അതായത് പപ്പടത്തിൻ്റെ ഒരു ചുർമുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈസി സംഭവം, ഡോക്ല, ഇതേമാതിരി തന്നെ കച്ചോറി, അതായത് പീസ് കച്ചോറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം സൂപ്പർ. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പുറത്തിരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് തീരെ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും ആ ഒരു വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു കൊതി കൊണ്ട് അവൻ വന്നിരുന്നതാണ്. എനിക്കും കണ്ണേട്ടനും എല്ലാം ഇഷ്ടമാണ് വെജിറ്റേറിയനിൽ. അപ്പോൾ അച്ചാർ, അവരുടെ രാജസ്ഥാനി അച്ചാർ, തേച്ച എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു എന്താണ് പറയുക, പച്ചമുളകിൻ്റെ ഒരു ചട്നി, അതേമാതിരി തന്നെ ലസൂൺ ചട്നി, അതായത് ഗാർലിക് ചട്നി. ഞാൻ 3 പ്രാവശ്യം ഓൾറെഡി മറ്റേ ദഹി വട കഴിച്ചു കഴിഞ്ഞു. വീണ്ടും വേണമെന്ന് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സൈഡുകളൊക്കെ വന്നു. ചക്കയില്ലേ, നമ്മുടെ കടച്ചക്ക, അതുകൊണ്ടുള്ള ഒരു വിഭവം. ഇത് വന്നിട്ട് കംപ്ലീറ്റ് മേത്തിയും ജീരകവും കൂടി ഇട്ടിട്ടുള്ള പാലിലെന്തോ ചെയ്തിട്ടുള്ളത്, പന്നീർ, ഉരുളക്കിഴങ്ങ്, അതേമാതിരി പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു. അത് പിന്നെ രാജസ്ഥാനി സ്പൈസി കടി, സ്വീറ്റ് കടി, പിന്നെ നമ്മുടെ ചിക്കു ഇട്ടിട്ടുള്ള പായസം, പിന്നെ ഒരു ഹൽവ. ഇങ്ങനെ ഈ പ്ലേറ്റുകൾ മുഴുവൻ, നമുക്ക് ഈ ബൗളുകൾ മുഴുവൻ നിറയും. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഫുൽക്ക, അതായത് നമ്മുടെ ചെറിയ ഫുൽക്ക, പിന്നെ ആലു, ആലു പറാത്ത ഒക്കെ ഓരോ ചെറിയ ചെറിയ പീസേ തരുള്ളൂ. ഈ വിളമ്പണത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്പൂണേ തരുള്ളൂ, പക്ഷേ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതുമാത്രമല്ല, നമ്മൾ എത്രയാ ഫുൽക്ക കഴിച്ചതെന്ന് കയ്യും കണക്കുമില്ല. പിന്നെ പുലാവുണ്ട്, അതേമാതിരി തന്നെ കിച്ചടി ഉണ്ട്. എനിക്കിവരുടെ കിച്ചടിയാണ് ഇഷ്ടം. ഒരു കണ്ണേട്ടനൊക്കെ ഒരു 8-10 ഫുൽക്ക കഴിച്ചു. കിച്ചു ഒരു 6-7 എണ്ണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. നേരത്തെ തന്നെ പറയട്ടെ, പെയ്ഡ് പ്രൊമോഷനേ അല്ല കേട്ടോ, ഞങ്ങൾ പോയി കഴിച്ചതിൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതേ എൻ്റെ അഡ്വൈസ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി ആൻ ഓസം എക്സ്പീരിയൻസ്. ഇത് രാവിലെ മുതൽ ഇവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് രാവിലെ തുറക്കുന്ന മുതൽ വൈകുന്നേരം വരയ്ക്കും, രാത്രി അടയ്ക്കുന്ന വരയ്ക്കും ഒരേ മെനു ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് രാവിലെ പോയാൽ വേറെ, ഉച്ചയ്ക്ക് പോയാൽ വേറെ എന്നൊന്നും കിട്ടില്ല. രാവിലെ പോയാലും രാത്രി പോയാലും നിങ്ങൾക്ക് ഇതേ മെനു തന്നെയാണ് കഴിക്കാൻ കിട്ടുക. ഓരോ ദിവസം മെനു മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം അതിൻ്റേതായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. കിച്ചുവിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തിൻ്റെ കൂടെ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. ഞാൻ ഒരുപാട് സംഭവങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, ബിക്കോസ് ഇതൊക്കെ തീർക്കണ്ടേ. ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ്. ഇത് ഖേവറാണ്. കേവറിൻ്റെ മുകളിൽ തന്നെ അവർ റബഡിയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ രാജസ്ഥാനി സ്വീറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണിത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഒരു 7:30 മണിക്ക് ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ച് നിർത്തും. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ കഴിക്കുള്ളൂ. അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിച്ച് മതിയായി, കഴിച്ച് നിർത്തി എന്നുള്ളൊരു ബോധത്തിൽ ഞാൻ തൊഴുത് മതിയാക്കിയതാണ്. അപ്പോഴേക്കാണ് ഡിസേർട്ടും വീണ്ടും ഉണ്ട്, ഇതാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ വന്നത്. നോക്കുമ്പോൾ നല്ല അടിപൊളി മലായ് കുൽഫി. എൻ്റെ മകൻ അതും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിലത്തെ ഏലക്ക അവന് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഒരു പാൻ, ഇതാണ് അവർ തരുന്നത്. ഇതോടുകൂടിയിട്ട് വയറ് നിറഞ്ഞ് നമുക്ക് എണീക്കാനും നിൽക്കാനും നടക്കാനും വയ്യാത്ത പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അവർ തന്നെ ഉണ്ടാക്കുന്ന മലായ് കുൽഫിയാണ്. ഓസമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിൽ ഏലക്കയുടെ മണം വന്നതോട് കൂടിയിട്ട് അവനത് വേണ്ടാന്ന് പറഞ്ഞു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏലക്കയുടെ മണം, ഗ്രാമ്പൂവിൻ്റെ മണം ഇതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ വെറ്റില മുറുക്കിയതോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് നമ്മളൊരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തതും അതേമാതിരി തന്നെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.